ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോംസ് കുക്ക് ഹൗസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ട് ബ്രെഡ് വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാം. ഒത്തിരി കുഴച്ചൊന്നും ഈ മാവ് റെഡിയാക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 3/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡ്രൈ ഈസ്റ്റാണ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ ഒരു 3/4 ടീസ്പൂൺ ഡ്രൈ ഈസ്റ്റും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഒരു 10 മിനിറ്റിന് ശേഷം നിങ്ങളിത് മാവിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ടാണ് ഞാനിത് മാവിലേക്ക് നേരിട്ട് ചേർത്ത് കൊടുത്തത് കേട്ടോ. ഇനി നമുക്ക് ഈ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി ഞാനൊരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ മാവ് കുഴക്കാനായിട്ട് ചൂടുപാലാണ് കേട്ടോ, നല്ല ചൂടുള്ള പാൽ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള പാൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മാവ് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ മാവ് കുഴച്ചെടുക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, നല്ല ലൂസിലായിട്ട് തന്നെയാണ് ഞാൻ കുഴച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് കൈ ഉപയോഗിക്കാണ്ട് തന്നെ സ്പൂൺ വെച്ചിട്ട് തന്നെ ഇത് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ലൂസിൽ തന്നെ നിങ്ങൾ കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത്തരം ലൂസിൽ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ഒത്തിരി നേരം നമ്മൾ കൈ വെച്ചിട്ട് കുഴക്കേണ്ട ആവശ്യം വരില്ല. കൈ വെച്ചിട്ട് തന്നെ കുഴക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ ജസ്റ്റ് കയ്യിൽ കുറച്ച് ഓയിൽ ഒന്ന് തടവിയിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അതായത് എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇതുപോലെ വിരൽ വെച്ചിട്ട് മാവിലൊന്ന് കുത്തി കൊടുത്തിട്ട് ഒരു 3-4 പ്രാവശ്യം ഒന്ന് കുത്തി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി. ഒത്തിരി നേരം കുഴക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരും കേട്ടോ. ഇനി നമുക്കിത് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാൻ ഇതൊന്ന് പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് ഞാൻ 300 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ഇട്ടിട്ട് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല കേട്ടോ, അപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ അപ്പോൾ ഒത്തിരി ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. നമുക്കിത് പിന്നീട് ക്രഷ് ചെയ്തൊന്ന് എടുക്കേണ്ടതാണ്, അതുകൊണ്ട് ഒത്തിരി അങ്ങ് ഫ്രൈ ചെയ്തെടുക്കണ്ട. അപ്പോൾ ഞാൻ ചിക്കൻ തിരിച്ച് മറിച്ചിട്ടിട്ട് ഈ ഒരു രീതിയിൽ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പാനിൽ തന്നെയാണ് ഫില്ലിങ് റെഡിയാക്കി എടുക്കുന്നത്. ഏകദേശം ഒരു 1-1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഉണ്ടാവും. ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോഴേക്കും ഞാനൊരു വലിയ സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താണ് ഇതുകൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഒത്തിരി അങ്ങ് വഴന്നു പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇഞ്ചിയുടെയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്കൊരു മീഡിയം സൈസ് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തും കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് നമുക്കിപ്പോൾ ഒന്ന് വഴറ്റിയെടുക്കാം. മൂടി വെച്ച് വേവിച്ചെടുക്കണ്ട കേട്ടോ, തുറന്ന് വെച്ച് തന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റ് അപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇത് ഞാനൊരു സൈഡിലേക്ക് നീക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഈ പാനിൽ തന്നെ ഞാൻ 1.5 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദയുടെ പച്ച ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നന്നായിട്ട് തന്നെ ചൂടാക്കി എടുക്കണം, അല്ലെങ്കിൽ നമ്മളുടെ ഫില്ലിങ്ങിന് മൈദയുടെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും, അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മൈദ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ക്യാരറ്റായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഉണക്കമുളക് 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവിന് അനുസരിച്ച് നിങ്ങളിതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒന്നുകൂടെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പശുമ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നല്ലോ ചിക്കൻ, അത് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതോടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇത് നമുക്ക് നന്നായിട്ട് ഇതിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. പാലൊക്കെ നന്നായിട്ട് തന്നെ വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ് കേട്ടോ. അപ്പോൾ മാവ് നമ്മൾ കുഴച്ച് വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ പൊങ്ങിക്ക് വന്നിട്ടുണ്ട് കേട്ടോ, ഡബിൾ സൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ടൈമിൽ മാവ് എടുക്കുമ്പോൾ കയ്യിൽ ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് പൊടി ഒന്ന് തൂവി കൊടുക്കാം. കയ്യിലൊട്ടാത്ത രീതിയിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഈ ടൈമിൽ മാവ് ഒത്തിരി കുഴക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം ആ ഉള്ളിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഒരു ബോൾ സൈസ് ആക്കി എടുക്കാം. ഈ ടൈമിൽ മാവിൽ തൊട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മാവ് ഉണ്ടാവും. ഇനി ഞാനൊരു ചപ്പാത്തി പലക എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദാമാവ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഈ ബോൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ബോൾ ഞാനൊരു 8 പോർഷനായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനപ്പോൾ ഇതിൽ നിന്നൊരു ബോൾ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൈദാപ്പൊടി ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഒരു ബോൾ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് പരത്തിയും കൂടെ എടുക്കാം. മാവ് പരത്തുമ്പോൾ ചെറുതായിട്ടൊന്ന് പൊടിയിട്ടിട്ട് തന്നെ, നമ്മൾ ചപ്പാത്തി പരത്തുന്നത് പോലെ തന്നെ കുറച്ച് പൊടി തൂക്കിയിട്ട് തന്നെ ഇത് പരത്തിയെടുക്കാം. ചെറിയൊരു ചപ്പാത്തിയുടെ രീതിയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് മസാല ചീസ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒരു തവണ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ച് ഇതുപോലെ ഒന്ന് അമർത്തി ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനൊരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ മുകളിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അറ്റം കട്ട് ചെയ്തല്ലോ, ഈ സൈഡിലും നമ്മൾ എഗ്ഗ് നന്നായിട്ട് തന്നെ പുരട്ടി കൊടുക്കണം. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത ഈ പോർഷൻ എടുത്ത് നമുക്ക് മുകളിലേക്ക് ഒന്ന് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ക്രോസ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ എല്ലാവരും ഇതുപോലെ ക്ലോസ് ആയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടറ്റത്ത് ഞാൻ മൈദാപ്പൊടി ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. സൈഡൊക്കെ ഇങ്ങനെ വിട്ടു പോകാതിരിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം മുകളിലായിട്ട് എഗ്ഗ് നന്നായിട്ട് തന്നെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. രണ്ടറ്റത്തും എഗ്ഗ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ സൈഡിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് വൈറ്റ് എള്ളൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിത് ഓവനിലും അതുപോലെ തന്നെ സ്റ്റൗ ടോപ്പിലും കാണിക്കുന്നുണ്ട് കേട്ടോ. ഓവനിൽ ബേക്ക് ചെയ്യാനായിട്ട് ഞാനൊരു ട്രേ ആണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഞാനൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടർ പേപ്പറിൽ ഞാൻ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ചീസ് റോൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ പ്ലാസ്റ്റിക് റാപ്പ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ബ്രെഡ് ചീസ് റോളിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആവാതിരിക്കാനായിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്ലാസ്റ്റിക് റാപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു നനഞ്ഞ തോർത്തോ അല്ലെങ്കിൽ ടവലോ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്താൽ മതിയാവും. ഏകദേശം ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. ബ്രെഡൊക്കെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റൗ ടോപ്പിൽ റെഡിയാക്കാനായിട്ടും ഞാനൊരു 10 മിനിറ്റ് 2 ചീസ് റോൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതൊരു പാനിലാണ് റെഡിയാക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് റോള് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റൗ ടോപ്പിലൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു പഴയ പാൻ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് ഈ പാൻ ഞാനൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ പാൻ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കാട്ടെ. ലോ ഫ്ലെയിമിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്.
എയർ പുറത്തേക്ക് പോവാതിരിക്കാനായിട്ട് മൂടിക്ക് ഹോൾ ഉണ്ടെങ്കിൽ ഫോയിൽ പേപ്പർ മറ്റെന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഒരു 25 മിനിറ്റ്. അപ്പോൾ നമുക്ക് 25 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് ചീസ് റോള് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഓവനിൽ റെഡിയാക്കുന്ന പോലെ അത്രയ്ക്ക് കളറ് മുകൾ ഭാഗത്ത് വരില്ല കേട്ടോ. പിന്നെ അത്രയ്ക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ്, ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് തിരിച്ചിട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തും നല്ല പെർഫെക്റ്റ് ആയിട്ട് കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓവനില്ലാത്തവർക്കായാലും ഇത് പെട്ടെന്ന് തന്നെ സ്റ്റൗ ടോപ്പിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിഭാഗവും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നല്ല കളറൊക്കെ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ ഇതിൻ്റെ ഉൾഭാഗവും കൂടി ഒന്ന് കാണിച്ചു തരാം. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ബ്രെഡ് ചീസ് റോള് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്ത ടൈം തന്നെ ഞാൻ ഓവനിലും ബ്രെഡ് ചീസ് റോള് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടും കൂടെ കൺഫ്യൂഷൻ ആവണ്ടെന്ന് വെച്ചിട്ടാണ് ഇത് ഫുള്ളായിട്ട് കാണിച്ചത്. അപ്പോൾ ഞാനിനി ഓവനിലും കൂടെ ബേക്ക് ചെയ്തതും കൂടെ കാണിക്കാം. അപ്പോൾ ഓവൻ ഞാൻ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. 150 ഡിഗ്രിയിൽ 25 to 30 മിനിറ്റ് ആണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഓവനിൽ ബേക്ക് ചെയ്ത ബ്രെഡ് ചീസ് റോളാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബട്ടർ കൂടെ ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്ത ബ്രെഡ് ചീസ് റോളും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ബട്ടറൊക്കെ മുകളിൽ പറ്റിയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഡിന്നറിനൊക്കെ നിങ്ങൾക്കിത് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ, താങ്ക് യു.